വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 2 ദിവസമായി വളരെ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയം നമ്മുടെയൊക്കെ ഇടയിൽ ചർച്ചയിൽ വന്നതാണ്. ഒരു കന്യാസ്ത്രീ മുസ്ലിം കുട്ടി തട്ടമിട്ടുകൊണ്ട് സ്കൂളിൽ വന്നതിന്റെ പേരിൽ അതിനെ പുറത്താക്കി. അപ്പൊ അങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ അതിന്റെ പേരിൽ ചർച്ചകളും പരസ്പരം കല്ലേറുകളും ചീത്തവിളികളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ചെറിയൊരു വിശകലനം നടത്തുക എന്നുള്ളത് ബാധ്യതയാണല്ലോ എന്നോർത്തുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയം അവതരിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, തിരുവസ്ത്രം ധരിച്ച വെള്ളവസ്ത്രം ധരിച്ച യേശുവിന്റെ മണവാട്ടിയായിക്കൊണ്ട് നാളെ സ്വർഗീയ ലോകത്തിലൂടെ വിഹരിക്കേണ്ട, അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സഹോദരിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന വളരെ വർഗീയത നിറഞ്ഞൊരു വിഷയം നമ്മളെല്ലാവരും അറിയുകയുണ്ടായി. നമ്മളെല്ലാവരും വളരെ വേദനയോടെ, കാരണം നമ്മുടെ നാടിനെ സംബന്ധിച്ചത് കേരളമാണ്. ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും എല്ലാവരും, അത് ഹിന്ദുവിന്റെ സ്കൂളാണ്, അത് ക്രിസ്ത്യാനിയുടെ സ്കൂളാണ്, അത് മുസ്ലിമിന്റെ സ്കൂളാണ് എന്നൊന്നും പറഞ്ഞ് മാറ്റിയെടുത്ത് അത് എല്ലാവരും സന്തോഷത്തോടെയും ഐക്യത്തോടെയും കയറി ചെല്ലുന്ന ഒരു സന്തോഷത്തിന്റെ ഗേഹമാണ് നമ്മുടെ സ്കൂളുകൾ എന്ന് തന്നെ വേണം പറയാൻ. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വർഗീയത കലർത്താൻ വേണ്ടി തലയിൽ തട്ടമിട്ട് വന്ന ഒരു പെൺകുട്ടിയെ പുറത്താക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. മനുഷ്യജീവികൾ, മനുഷ്യബന്ധങ്ങൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനോ സഹിക്കുവാനോ കഴിയില്ല. എന്തായാലും അങ്ങനെ ചെയ്തുകൊണ്ട് എന്റെ ശബ്ദം എന്നെങ്കിലും ഈ പ്രവൃത്തി ചെയ്ത സഹോദരി, തിരുവസ്ത്രമിട്ട ഉള്ളിൽ വിഷം നിറച്ചിരിക്കുന്ന കന്യാസ്ത്രീ എന്ന് പറയുന്ന കന്യാസ്ത്രീ സമൂഹത്തിന് മുഴുവൻ നാണക്കേടും, കന്യാസ്ത്രീ സമൂഹത്തിന് മുഴുവൻ മാനക്കേടും ഉണ്ടാക്കി വെച്ച, ക്രിസ്തീയ സമൂഹത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കി വെച്ച സ്ത്രീ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആ പറഞ്ഞ വാക്കുകൾ കൊണ്ട്, നിങ്ങൾ ആ കാണിച്ച പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം ക്രിസ്തീയ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ടോ സഹോദരി? യേശുക്രിസ്തുവിന് എന്തെങ്കിലും ഒരു നേട്ടം അതിലൂടെ ഉണ്ടായിട്ടുണ്ടോ? നാളെ പരലോകത്ത് സ്വർഗീയ ലോകത്തുകൂടി യേശുക്രിസ്തുവിന്റെ മണവാട്ടിയായി ചെല്ലുമ്പോൾ ആ സമയത്ത് യേശുക്രിസ്തു നിനക്ക് അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു സ്ഥാനക്കയറ്റം തരുമോ? നീ ആ മുസ്ലിം പെൺകുട്ടിയുടെ തലയിൽ നിന്നും തട്ടമൂരി, അതുകൊണ്ട് നിനക്ക് സ്വർഗീയ രാജ്യത്ത് എന്റെ 1ാം നമ്പർ മണവാട്ടിയായി സ്ഥാനം, അങ്ങനെ പറയോ സഹോദരൻ? ചിന്തിച്ചു നോക്ക്. ആ വിദ്യാലയത്തിൽ വരുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമുമായ വിദ്യാർത്ഥികൾ പരസ്പരം ഇന്ന് വരെയും വർഗീയതയോടെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത, വർഗീയ ചുവ പോലും ജീവിതത്തിലില്ലാത്ത കുട്ടികൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയത്തിൽ മതിൽക്കെട്ടുകൾ തീർക്കുവാനല്ലേ ഈ വാക്കുകൾ കൊണ്ട് സാധിച്ചിട്ടുള്ളൂ സഹോദരി? ക്രിസ്തീയ സഭയ്ക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടിയോ? ക്രിസ്തീയ സമൂഹത്തിന് കിട്ടിയോ? എന്റെ നാട്ടിലുണ്ട്, സ്കൂളുകളുണ്ട്. ഞാൻ പഠിച്ചത് ഊന്നുകൾ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലാണ്. അവിടെ ഞാൻ പഠിച്ച വ്യക്തിയാണ്. അവിടെയുണ്ട് അമ്മമാര്. ഞാൻ പഠിച്ച സ്കൂളിന്റെ അടുത്ത് അമ്മമാരുടെ മഠമുണ്ട്, അതിന്റെ തൊട്ടടുത്ത് ക്ലിനിക്കുണ്ട്. അവിടെയൊക്കെ അമ്മമാരുണ്ട്. അവരേതെങ്കിലും രൂപത്തിൽ ഒരു വർഗീയപരമായി ഇതുവരെയും പ്രവർത്തിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളെയൊക്കെ കൂട്ടിപ്പിടിച്ചിട്ടേ ഉള്ളൂ. പലപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ അമ്മമാരുടെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് പലപ്പോഴും ബഹുമാനം തോന്നിപ്പോയിട്ടുണ്ട്. അവരുടെ വസ്ത്രത്തോടും അവരുടെ പ്രവൃത്തിയോടും നമുക്ക് വല്ലാത്ത ബഹുമാനം തോന്നിപ്പോയിട്ടുണ്ട്. അതാണ് അമ്മമാർ, അതായിരിക്കണം അമ്മമാര്. നിങ്ങളെപ്പോലെ വർഗീയ വിഷം ചീറ്റുന്ന, ഈ സമൂഹത്തിന് ഒരു ഉപകാരവുമില്ലാത്ത ചപ്പ് ചണ്ടികൾ ഈ നാടിനെ കാസയെ പോലുള്ള തീവ്രവാദികളെ വളർത്താനേ കഴിയുള്ളൂ. നിങ്ങൾ ചെയ്യുന്നത് നെഞ്ചിൽ കൈവച്ചുകൊണ്ടെന്ന് ചിന്തിക്കണം. ക്രിസ്തുവിന്റെ മണവാട്ടിയായി പോകേണ്ട പെൺകുട്ടിയല്ലേ നീ? നിങ്ങളൊന്ന് ചിന്തിക്കണോ ചെയ്ത് എത്ര മോശമാണ്, എത്ര ആഭാസതരമാണെന്ന് ചിന്തിക്കണം. വളരെ മോശം. അങ്ങനെയൊന്നുമല്ല വേണ്ടത്. ഞങ്ങളുടെ നാട്ടിൽ, എന്റെ നാട്ടിൽ മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന ഒരുപാട് സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിലൊക്കെ ഹൈന്ദവർ വരുന്നുണ്ട്, ക്രൈസ്തവർ വരുന്നുണ്ട്. തട്ടമിടൽ അവിടുത്തെ ഒരു മര്യാദയാണ്. എന്നാൽ ക്രൈസ്തവരെയും ഹൈന്ദവരെയും തട്ടമിടണമെന്ന് നിർബന്ധിക്കുന്നില്ല, ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല. കാരണം ആ സ്കൂളൊക്കെ മാന്യതയോടെ പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ മറ്റ് പല മാനേജ്മെന്റുകളുണ്ട്, ക്രൈസ്തവ മാനേജ്മെന്റ് ഉണ്ട്, ഹൈന്ദവ മാനേജ്മെന്റുകളുണ്ട്. അവരൊന്നും ഇതുപോലുള്ള പ്രവൃത്തി കാണിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാണിച്ച പ്രവൃത്തിയെ കേരളീയ സമൂഹം അർഹിച്ച അവഗണനയോടെ തള്ളുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മാറി ചിന്തിക്കുക. നിങ്ങളുടെ ആ കൊന്തയിട്ടിരിക്കുന്ന, വെള്ളവസ്ത്രം ധരിച്ചിരിക്കുന്ന ആ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഹൃദയം കൊണ്ടൊന്ന് ചിന്തിക്കുക, നല്ലതായിരിക്കും സഹോദരി. ഏതായാലും നന്മ വരട്ടെ, സന്തോഷം. നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന വർഗീയതയും കാര്യങ്ങളെ കൊണ്ട് ഈ നാടിന് ഒരു ഉപകാരവുമില്ലെന്നല്ല, പരസ്പരം തമ്മിലടിക്കുന്നതിന് സന്തോഷം. മണിപ്പൂർ വിഷയം വന്നപ്പോൾ ഞങ്ങളെപ്പോലുള്ള പള്ളിയിലെ ഇമാമുമാർ മണിപ്പൂരിന് വേണ്ടി
RSS കാണിച്ചുവിട്ട് തെമ്മാടിത്തരത്തിനെതിരെ ശക്തമായി പള്ളിയുടെ മിമ്പറിന്റെ ചുവട്ടിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിച്ചവരാണ്. ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും ഒരുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. വളരെ മോശം. നിങ്ങളെപ്പോലുള്ളവരൊക്കെ തരം താഴ്ന്നു പോകരുത്. ആ വസ്ത്രത്തിനൊരു വിലയുണ്ട്. ആ വസ്ത്രത്തിന് ക്രൈസ്തവ സമൂഹം ഒരു വില വെക്കുന്നുണ്ട്. ആ ഒരു ബോധം നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഏതായാലും എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.